ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനശാഖ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സെലനോളജി. ലൂണ 1 ഏത് രാജ്യത്തിൻ്റെ സംഭാവനയായിരുന്നു? ഉത്തരം റഷ്യ അഥവാ സോവിയറ്റ് യൂണിയൻ. ചന്ദ്രൻ്റെ നമുക്ക് ദൃശ്യമാവാത്ത മറുവശത്തിൻ്റെ ചിത്രം ആദ്യമായി പകർത്തിയ പേടകം? ഉത്തരം ലൂണ 3. മനുഷ്യൻ്റെ ചാന്ദ്രയാത്ര ഭാവനാത്മകമായി ചിത്രീകരിച്ച ആദ്യ പുസ്തകം ഏത്? ഉത്തരം ഫ്രം എർത്ത് ടു മൂൺ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം വ്യാഴം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടാൻ കാരണം എന്താണ്? ഉത്തരം ഗലീലിയോ ആണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത്. അത് സൂപ്പർമൂൺ എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം. സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭം? ഉത്തരം സരൾ. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേര്? ഉത്തരം സൂപ്പർ നോവ. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. എന്നാണ് ഭൗമദിനം? ഉത്തരം ഏപ്രിൽ 22. ഫസ്റ്റ് മാൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം H.G. വെൽസ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഉത്തരം തുമ്പ. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം ഡോക്ടർ ജഹാംഗീർ ബാബ. ഭൂമിയോട് ഏറ്റവും അടുത്തു കിടക്കുന്ന നക്ഷത്രം ഏതാണ്? ഉത്തരം സൂര്യൻ. വ്യാഴത്തിൽ ഇടിച്ച ഒരു വാൽ നക്ഷത്രം ഏതാണ്? ഉത്തരം ഷൂമാക്കർ ലെവി 9. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റൻ? ആൻസർ ശനി. ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. ഏതു വാഹനത്തിലാണ് ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് അയച്ചത്? ഉത്തരം സ്പുട്നിക് 2. ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം ഏതാണ്? ഉത്തരം കാർട്ടോസാറ്റ് 1. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം കൽപ്പന 1. ധൂമകേതുവിൽ വാൽ ആയി കാണപ്പെടുന്നത് എന്താണ്? ഉത്തരം പൊടിപടലങ്ങൾ. സൂര്യനിൽ താപവും പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ? ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ. ധൂമകേതുവിൽ വാൽ ആയി കാണപ്പെടുന്നത് എന്താണ്? ഉത്തരം പൊടിപടലങ്ങൾ. ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണ്? ഉത്തരം റേഡിയോ സന്ദേശം വഴി. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വർഷം? ഉത്തരം 1984. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വാഹനം? ഉത്തരം സോയൂസ് T-11. ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യ സോയൂസ് T-11 വികസിപ്പിച്ചെടുത്തത്? ഉത്തരം റഷ്യ. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം? ഉത്തരം 1972. ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ആയ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ISRO നിലവിൽ വന്ന വർഷം എന്നാണ്? ഉത്തരം
1969 ഓഗസ്റ്റ് 15. ചന്ദ്രൻ്റെ പ്രകാശിതമായ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിനമാണ് പൗർണമി അഥവാ വെളുത്ത വാവ്. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുന്നതുകൊണ്ട് ചന്ദ്രൻ്റെ പ്രകാശമില്ലാത്ത ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. ഈ ദിനമാണ് കറുത്ത വാവ് അഥവാ അമാവാസി. സുനിത വില്യംസ് ആദ്യമായി ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചത് എപ്പോഴാണ്? ഉത്തരം 2006. സുനിത വില്യംസ് ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ സഞ്ചാരിയാണ്? ഉത്തരം അമേരിക്ക. സുനിത വില്യംസ് ഏത് ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം നാസ. സുനിത വില്യംസ് ആകെ എത്ര തവണ ബഹിരാകാശ സഞ്ചാരം നടത്തിയിട്ടുണ്ട്? ഉത്തരം 3 തവണ. ബഹിരാകാശത്തേക്ക് പോയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജയായ വനിത ആരാണ്? ഉത്തരം സുനിത വില്യംസ്. സുനിത വില്യംസ് തൻ്റെ കരിയറിൽ എത്ര ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ചു? ഉത്തരം 608 ദിവസം. സുനിത വില്യംസ് ആകെ എത്ര മണിക്കൂർ ബഹിരാകാശ നടത്തം ചെയ്തു? ഉത്തരം 62 മണിക്കൂർ 6 മിനിറ്റ്. ബഹിരാകാശത്ത് മാരത്തൺ പൂർത്തിയാക്കിയ ആദ്യ വനിത ആരാണ്? ഉത്തരം സുനിത വില്യംസ്. ഇന്ത്യൻ സമയം 2025 മാർച്ച് 19 പുലർച്ചെ 3:27 ഇന്ത്യൻ വംശജയായ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് 9 മാസവും 13 ദിവസവും അതായത് 286 ദിവസത്തിന് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തി. ഈ പോയിന്റ് എന്തായാലും നോട്ട് ചെയ്തോട്ടോ. ഇതൊന്ന് 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. മൂന്നാമത്തെ ബഹിരാകാശ യാത്രയിൽ സുനിത വില്യംസ് എത്ര ദിവസം അവിടെ ചെലവഴിച്ചു? അതായത് 286 ദിവസം. ലാസ്റ്റത്തെ യാത്രയിൽ മാത്രം 286. മൊത്തത്തിൽ 608 ലാസ്റ്റത്തെ യാത്രയിൽ 286 ദിവസമാണ് കേട്ടോ. സുനിത വില്യംസ് മൂന്നാമത്തെ ബഹിരാകാശ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയത് 2025 മാർച്ച് 19. അതും ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യമാണ് ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2023 സെപ്റ്റംബർ 2. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്ന സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.